പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി സമയം കർത്തൃസന്നിധാനത്തെങ്കിൽ ഇപ്രകാരം ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലിലൂടെ പ്രാർത്ഥനാധ്വനിയുടെ മീറ്റിങ്ങിൽ സംബന്ധിക്കുവാൻ സർവശക്തനായ ദൈവൻ്റെ ജീവിതത്തിൽ ഒരവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യൂട്യൂബിലൂടെയും ഫേസ്ബുക്ക് ചാനലിലൂടെയും പ്രാർത്ഥനാധ്വനിയുടെ എല്ലാ സഹകാരികൾക്കും വിശിഷ്യ ഇതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ ഡാനിയൽ ആൻഡ് ഫാമിലി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി സമയം കർത്തൃസന്നിധിയിൽ നമ്മൾക്ക് ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം ഇപ്രകാരം ഒരു സാവകാശം നൽകി. ആ കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. തന്നിരിക്കുന്ന വിഷയം ഇന്ന് രാത്രിയിൽ ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ശുശ്രൂഷിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ക്രൂശിതനായ ക്രിസ്തു അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതാകുന്നു. ക്രൂശിതനായ ക്രിസ്തു എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഒരു വാക്യം വായിച്ചിട്ട് ദൈവം തന്നിരിക്കുന്ന ആലോചനയിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായി കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് സുവിശേഷകന്മാരുടെ നമ്മളുടെ കൺവെൻഷനുകളിലും മറ്റ് മീറ്റിങ്ങുകളിലൊക്കെയും എപ്പോഴും ബോർഡിൽ ഏറ്റവും മുകളിലായി എഴുതുന്നൊരു വാക്യമാണ് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പൂർവ്വ ചരിത്രത്തിലേക്ക് പഠിക്കുകയാണെങ്കിൽ യാദൃശ്ചികമായി വന്ന് ഭവിച്ചതല്ല. പിന്നെയോ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പേ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ്, അല്ലെങ്കിൽ ഇസ്രായേലിലെ മഹാരാജാവായിരുന്ന ദാവീദ് 22-ാം സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന നമുക്ക് കാണുവാനിടയായിത്തീരും. അതിൻ്റെ 16, 17, 18 വാക്യങ്ങളിൽ വായിക്കുന്ന സമയം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അത് അവർ എൻ്റെ കൈകാലുകളെ തുളച്ചിരിക്കുന്നു, അവർ എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു. പുതിയ മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഭാഗങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനിടയായിത്തീരും. അപ്പോൾ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. അതുമാത്രവുമല്ല, അതിനു മുമ്പ് ഒരു 500 വർഷങ്ങൾ കൂടെ പുറകോട്ട് പോയാൽ ഏകദേശം 1400-500 വർഷങ്ങൾ BC 1400-500 വർഷങ്ങൾ സമയത്ത് മോശ പറഞ്ഞിട്ടുണ്ട്, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മരത്തിൽ തൂങ്ങുക എന്നുള്ളത് ഒരു പ്രാവചനിക വിഷയമായിരുന്നു എന്ന് കാണുവാനിടയായിത്തീരും. അതുപോലെ BC ഏകദേശം 700 വർഷ കാലയളവുകളിൽ യെശയ്യാ പ്രവാചകനും യേശുക്രിസ്തുവിൻ്റെ മരണത്തെ വ്യക്തമായി പ്രവചിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനിടയായിത്തീരും. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നാം വായിക്കുവാനിടയായിത്തീർന്നത്: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഗലാത്യ ലേഖനത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾക്ക് അത് കാണുവാനിടയായിത്തീരും. യേശുക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രൂശിതനായ ക്രിസ്തു മൂലം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള റിസൾട്ട് എന്താകുന്നു എന്ന് നമുക്ക് കാണുവാനിടയായിത്തീരും. യോഹന്നാൻ, അപ്പോസ്തലനായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്രകാരം യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചു പറഞ്ഞതത്രേ. കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ മരിക്കുമെന്ന് മോശെ, ദാവീദ്, അതുപോലെ യെശയ്യാ പ്രവാചകനൊക്കെ പറഞ്ഞു. എങ്കിലും കർത്താവും തൻ്റെ മരണത്തിനു മുമ്പേ തൻ്റെ മരണം എങ്ങനെയായിരിക്കുമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാണുവാനിടയായിത്തീരും. ഭൂമിയിൽ നിന്ന് അവൻ ഉയർത്തും. ഗൊൽഗൊത്ത മലമുകളിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ മരത്തിന്മേൽ ഉയർത്തുമ്പോൾ
അല്ലെങ്കിൽ മൂന്നാണികൾ കൈകാലുകൾ തുളച്ച് അവനെ ഉയർത്തുന്ന സമയം നമുക്ക് ഈ വേദഭാഗം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിതനായി തീർന്നത് മൂലം നമുക്ക് ലഭിക്കുന്ന ആ നന്മ അല്ലെങ്കിൽ അതിൻ്റെ ആ അനുഗ്രഹം എന്താകുന്നു എന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഈ വിഷയം അവസാനിപ്പിക്കുവാൻ തന്നിരിക്കുന്ന സമയത്തിനകം തന്നെ അതിനെ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുന്ന സമയം ഇപ്രകാരം കാണുവാൻ കഴിയും. പറഞ്ഞിരിക്കുന്ന ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് അത് പറഞ്ഞിരിക്കുന്നത്. 3:13 വാക്യം, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവന് എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് മൂലം നാം ശാപമായി തീരേണ്ട സ്ഥാനത്ത് ക്രിസ്തു ശാപമായി തീർന്നിട്ട് നമ്മുടെ എല്ലാവിധമായ ശാപങ്ങളെയും നീക്കിക്കളയുവാനിടയായി തീർന്നു. യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് മാനവരാശിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് അവരുടെ മേൽ ചൊരിയപ്പെട്ട പാപത്താൽ ചൊരിയപ്പെട്ട സകല ശാപങ്ങളും ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നീക്കിക്കളയുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ആ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച നമ്മുടെ മേൽ യാതൊരു ശാപവുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. ശാപമില്ലെന്ന് മാത്രമല്ല, കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് നമുക്ക് വേണ്ടി ശാപമായി തീർന്നത് മൂലം അബ്രഹാമിലൂടെയുള്ള സകല അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കുകയാണ്, സകല വാഗ്ദത്തങ്ങൾ നാം പ്രാപിക്കുകയാകുന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാനിടയായി തീരും. അതിൻ്റെ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ക്രൂശിതനായി ക്രിസ്തുവിനെ നാം ഉയർത്തുമ്പോൾ, അതിനെ ധ്യാനിക്കുമ്പോൾ, ആ ക്രിസ്തുവിനെ നാം അംഗീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശാപം മാറിയെന്ന് മാത്രമല്ല, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ കൂടെ സകല ജാതികൾക്കും ലഭിച്ചു എന്ന് നമുക്ക് കാണുവാനിടയായിത്തീരും. പാരമ്പര്യത്തിൻ്റെ ശാപങ്ങൾ, രോഗത്തിൻ്റെ ശാപങ്ങൾ, എന്തെല്ലാം ശാപങ്ങൾ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലും ആത്മാവിലും നമുക്ക് കാണുവാനിടയായി തീർന്നു. ആ ശാപങ്ങളെല്ലാം യേശുക്രിസ്തു മരിച്ചത് മൂലം ആ വിശ്വാസത്താൽ നാം അംഗീകരിക്കുമ്പോൾ വാഗ്ദത്തങ്ങളിലൂടെ നമ്മൾക്ക് ആ ശാപങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇനി നമ്മുടെ മേൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച്, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെയും എൻ്റെ ശാപത്തിൻ്റെയും പരിഹാരത്തിനായി എൻ്റെ ശാപം നീക്കുവാൻ മരിച്ചതാകുന്നു എന്ന് വിശ്വസിച്ച് ആ യേശുവിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇനി യാതൊരു ശാപവുമില്ല. ആർക്കും ആ ഹല്ലേലൂയ നമ്മെ ശപിച്ചാലും ആ ശാപം ഏക്കത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളിൽ ശാപമുണ്ട് എന്ന് ഒരു ദൈവത്തിനോട് പറയുന്നു എങ്കിൽ നാം ചിന്തിക്കേണ്ട വിഷയം ആ ശാപം യേശു തുടച്ചു മാറ്റിയതാണ്. തൻ്റെ മരണത്തിലൂടെ ആ ശാപത്തെ എന്നേക്കുമായി നീക്കിക്കളഞ്ഞു എന്ന് നാം വിശ്വസിച്ചിരിക്കുന്നു എങ്കിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിലൂടെ സകല ജാതികൾക്കും, കാരണം നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്ന് അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു താൻ ആ ക്രൂശ് മരണത്തിലൂടെ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മുടെ സകല ശാപങ്ങളും മാറിപ്പോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള ആരുടെയും ശാപത്തെ കണ്ട് നാം ഭയപ്പെടേണ്ടതായിട്ടില്ല, നാം ഭാരപ്പെടേണ്ടതായിട്ടില്ല. ആ ശാപങ്ങൾ നമ്മൾക്ക് ഫലിക്കുമോ എന്ന് നാം ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യങ്ങൾ നമുക്കില്ല. യാതൊരു ശാപങ്ങളും ക്രിസ്തു യേശുവിനെ അംഗീകരിക്കുന്നതിലൂടെ, അവൻ്റെ ക്രൂശ് മരണത്തിലൂടെ ഉള്ള യാഗബലിയിലൂടെ എൻ്റെ ശാപം നീങ്ങിയെന്ന് വിശ്വസിക്കുന്ന ഓരോ ദൈവത്തിനും ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തമാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിലൂടെ സകല ജാതികൾക്കും തന്നിരിക്കുന്നത്. അത് വിശ്വസിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ഇടയായിത്തീരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ
ക്രൂശിതനായ ക്രിസ്തു മൂലം, അല്ലെങ്കിൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് മൂലം, ക്രൂശിൽ മരിച്ചത് മൂലം നമ്മുടെ ശാപം ഒന്നാമതായി നീങ്ങിപ്പോയി. 2 കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. പഴയതിനെ നീക്കിക്കളയുന്ന അനുഭവം നമുക്കിവിടെ കാണുവാനിടയായി. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-14 മുതൽ ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്ന ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനി മേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. അപ്പോൾ ക്രിസ്തു മൂലം, ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ മരണം ക്രൂശിൽ മരണത്തിലൂടെയാണ് എന്ന് നാം കണ്ടു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറി. പഴയത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി. പഴയത് എന്ന് പറയുമ്പോൾ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന, എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാരെന്ന് പേരുള്ളവരെ അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങളിപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. നാം പുതിയ സൃഷ്ടിയായി എന്ന് പറയുമ്പോൾ സകലത്തിലും നാം പുതുതായി മാറി. വാഗ്ദത്തങ്ങളിൽ നമ്മൾക്ക് പുതിയ അനുഭവങ്ങളായി, പ്രത്യാശയിൽ നമ്മൾക്ക് പുതിയതായി മാറി. പണ്ട് ദൈവമില്ലാതിരുന്നെങ്കിൽ ഇന്ന് ദൈവമുള്ളവരായി മാറി. അപ്പോൾ നമ്മൾ സകലത്തിലും ഒരു പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിൽ വിശ്വസിക്കുന്നതിലൂടെ. അങ്ങനെ പ്രവേശിക്കുവാനും വേണ്ടിയിട്ടാണ് ദൈവമില്ലാത്തവരായിരുന്നു, ദൈവത്തിൽ നിന്ന് നമ്മൾ ദൂരസ്ഥരായിരുന്നു എന്ന് നമ്മളവിടെ കാണുവാനിടയായി തീർന്നു. അന്യരായിരുന്നു. വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് നമ്മൾ അന്യരായിരുന്നു. സ്വർഗീയമായ വാഗ്ദത്തങ്ങൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ അനവധിയാണ്. പുതിയ നിയമത്തിൽ ഏകദേശം പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഏകദേശം 250 വാഗ്ദത്തങ്ങളോളം ഉണ്ട് എന്നാണ് വേദപഠിതാക്കൾ പറയുന്നത്. പ്രൈസലോ, അതിലേറ്റവും വലിയ ഒരു വാഗ്ദത്തമാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നാം മക്കളെങ്കിലോ അവകാശികളും ക്രിസ്തു യേശുവിനോടുകൂടെ കൂട്ടവകാശികളുമായി തീരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന് എന്തെല്ലാം അവകാശമുണ്ടോ ആ അവകാശങ്ങൾക്കെല്ലാം ക്രിസ്തുവിനോടുകൂടെ നമ്മളും കൂട്ടവകാശികളാണ്. അതാണ് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ സകല മാനവരാശിക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് യേശു ക്രൂശിൽ യാഗമായി തീരുവാനിടയായി തീർന്നത്. പക്ഷേ എന്നെ കേൾക്കുന്ന ജീവിതമേ, നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ അവനുള്ള സകല അവകാശങ്ങൾക്ക് ഞാൻ നിങ്ങൾ കൂട്ടവകാശികളാണ്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട യാതൊരു കാര്യവും ഈ ഭൂമിയിൽ നമുക്കില്ല എന്ന് നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു മരിച്ചത് ഈ ഭൂമിയിലുള്ള നശിച്ചു പോകുന്ന നശ്വരമായ വിഷയങ്ങൾക്ക് വേണ്ടിയല്ല, അനശ്വരമായതിനെ പ്രാപിപ്പാൻ വേണ്ടിയിട്ടാണ്. നിലനിൽക്കുന്നത് നശിച്ചു പോകുന്നതല്ല, നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയങ്ങൾക്ക് നിരാശയിലോ പ്രത്യാശയില്ലാതെയോ എന്നെ കേൾക്കുന്ന ഇന്ന് ഈ തിരുവചനത്തിലൂടെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നിരാശയിലോ അതുപോലെ തന്നെ വാഗ്ദത്തങ്ങൾക്ക് അന്യരെന്നുള്ള ചിന്തയോ ദൈവമില്ലാത്തവരായി ജീവിച്ച് മുൻപോട്ട് തള്ളിയ സമയങ്ങളുണ്ട്. അത് ഓർത്തൊന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. ഞാനൊരു സമയത്ത് ദൈവമില്ലാത്തവനായി ജീവിച്ചൊരു വ്യക്തിയായി, നിരാശിതനായി ജീവിച്ചൊരു വ്യക്തിയാണ്, പ്രത്യാശയില്ലാത്തവനായിരുന്നു, മരണത്തിന് പോലും കാത്തുനിന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ക്രിസ്തു ജീവിതത്തിലേക്ക് വന്നപ്പോൾ സകലത്തിനൊരു മാറ്റം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിച്ച് സകലവും അതിലൂടെ നേടാമെന്നും അതാണ് സന്തോഷമെന്നും ചിന്തിച്ചൊരു വ്യക്തിയായിരുന്നു.
പക്ഷേ എല്ലാം കഴിയുമ്പോൾ അവസാനം നോക്കുന്ന സമയം എല്ലാം നിരാശയായിരുന്നു ഫലമെന്ന് കാണുവാനിടയായിട്ട്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ക്രിസ്തു യേശു ക്രൂശിൽ മരിച്ചതുമൂലം നാം ഒരു പുതിയ സൃഷ്ടിയായി, പഴയ വ്യക്തിയല്ല ഇന്ന് നാം എന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. പഴയ സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാകരുത് എന്നുള്ള കാര്യവും നാം തിരിച്ചറിയണം. പുതിയൊരു സൃഷ്ടിയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ യാഗമരണത്തിലൂടെ, ആ ക്രൂശുമരണത്തിലൂടെ നമുക്ക് ലഭിച്ച അടുത്ത നന്മ എന്ന് പറയുന്നത് നാം പുതിയ സൃഷ്ടിയായി മാറി എന്നുള്ളതാണ്. അടുത്തത് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് 5 മുതൽ 8 വരെയുള്ള വാക്യം ഒന്ന് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലൂടെ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ നമ്മൾ എങ്ങനെയായി തീരണം എന്നുള്ളത് അവിടെ വ്യക്തമാക്കി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിന് മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തതായി കാണുന്നത് അനുസരണവും മറ്റുള്ളവരോടുള്ള മനോഭാവവും എന്തായിരിക്കണമെന്ന് ക്രിസ്തു അതിലൂടെ മനസ്സിലാക്കി തരികയാണ്. ഈ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഈ ക്രൂശിൽ മരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനായി വരുന്നതിന് മുമ്പ് ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്ന് നമുക്കറിയാം. അവൻ ദൈവരൂപത്തിലിരുന്നവനാണ്, ദൈവത്തോട് ഉള്ള സമത്വം മുറുകെ പിടിച്ചവനാണ്, തേജസ്സിൽ വസിച്ചവൻ, ദൈവരൂപത്തിലിരുന്നവൻ. എന്നാൽ ക്രൂശുമരണത്തിനായി താൻ തൻ്റെ ആ ദൈവത്തോടുള്ള സമത്വം അല്ലെങ്കിൽ ദൈവരൂപം താൻ മാറ്റിവെച്ചിട്ട് മനുഷ്യനായി ആ ദാസരൂപമെടുത്തു. നമ്മളിൽ പലർക്കും കഴിയാത്തൊരു കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയൊക്കെ നമുക്ക് കാണാം, യേശുവിന് വേണമെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കാമായിരുന്നു അല്ലേ. തന്നെ പിടിപ്പാൻ ആ പടയാളികൾ അടുത്ത് വരുമ്പോൾ ഞാൻ ഒന്ന് കൽപ്പിച്ചാൽ മതി, ഒറ്റ ദൂതം മതി. പക്ഷേ യേശു അവിടെയും ആ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെ നമ്മുടെ മനോഭാവവും എങ്ങനെ ആയിരിക്കണമെന്ന് ക്രിസ്തു അത് വെളിപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞു എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ പാദം ചുംബിച്ച് എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞ് തലകീഴായി ക്രൂശിപ്പാൻ തൻ്റെ എതിരാളികളോട് പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചരിത്രം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ക്രൂശീകരണം നഷ്ടമല്ല. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ലോകം ചിന്തിച്ചു, ഭരണാധികാരികൾ ചിന്തിച്ചു, സകലം അവിടെ കൊണ്ട് അവസാനിക്കുകയാണല്ല. ചിലതിനെല്ലാം തുടക്കം കുറിക്കലായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ സംഭവിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിലും യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ അംഗീകരിച്ച് ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മളുടെ പഴയതിനെ അവിടെ അവസാനിപ്പിച്ചിട്ട് ഒരു പുതിയതിന് തുടക്കം കുറിക്കില്ല. ഒരു നിത്യതയ്ക്ക് വേണ്ടിയുള്ള തുറക്കമാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. അവിടെ ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പെസഹ പെരുന്നാളിൻ്റെ അന്ന് അപ്പമെടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർ കൊടുത്തു, പാനപാത്രം കൊടുത്തതിന് ശേഷം അവർ ഗെത്സമനത്തോട്ടത്തിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ താൻ പ്രാർത്ഥിപ്പാൻ തനിയെ ഒരു കല്ലേറ് ദൂരത്തോളം പോയി പ്രാർത്ഥിപ്പാൻ മുഴങ്കാലും അടക്കുമ്പോൾ തനിക്ക് കുടിപ്പാൻ ഒരു പാനപാത്രം കൊടുത്തെന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ താൻ പറയുന്നത് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ. പക്ഷെ പിതാവ് ആ പാനപാത്രം നീക്കിയില്ല എന്ന് നമുക്ക് കാണുവാനിടയായിത്തീരും. എബ്രായ ലേഖനം വായിക്കുമ്പോൾ താൻ പ്രാണവേദനയിലായി, അവിടെ മുതൽ പ്രാണവേദനയിലാവുകയാണ്. ആ ക്രൂശ് ചുമന്നുകൊണ്ട് യേശു മുൻപോട്ട് നീങ്ങുകയാണ്. പീലാത്തോസ് വിധി കൽപ്പിച്ച് അവനെ ക്രൂശിക്ക എന്ന് ജനം ആർത്തുകൊണ്ട് നിന്നു. അവനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുമ്പോൾ നമ്മൾക്ക് അവിടെയും കാണുവാൻ കഴിയുന്നൊരു കാര്യം, താൻ ആ ക്രൂശ് മരണത്തിന് പിതാവിൻ്റെ സന്നയിൽ അനുസരണമുള്ളവനായി തീർന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം ഏതെല്ലാം അനുഭവങ്ങൾ വന്നാലും ക്രിസ്തുവിന് വേണ്ടി അത് സഹിക്കുവാൻ
നാം അനുസരണമുള്ളവരായി തീരണമെന്നുകൂടെ നമ്മുടെ മനോഭാവങ്ങളിൽ ചേഞ്ചസ് ഉണ്ടാകണമെന്ന് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് പലയിടങ്ങളിൽ അനേക പീഡകൾ നടക്കുന്നു. പക്ഷേ ക്രിസ്തു സഹിച്ച പീഡകൾ നമ്മൾ ആരും സഹിച്ചിട്ടില്ല, നമ്മൾക്കാർക്കും ഉണ്ടായിട്ടുമില്ല. പക്ഷേ അതെല്ലാം വരുമ്പോഴേക്കും നമ്മൾക്ക് വലിയ വെപ്രാളവും വേവലാതിയുമാണ്. പക്ഷേ ഇതിനു മുമ്പേ ക്രിസ്തു അത് സഹിച്ചു കഴിഞ്ഞു. ക്രിസ്തു നിന്ദിക്കപ്പെട്ടു. യെശയ്യാപ്രവചനം 10 പറയുന്നത് നിന്ദിക്കപ്പെട്ടു, രോഗം ശീലിച്ചവനായി തീർന്നു. യെശയ്യാപ്രവചനം 53 അധ്യായത്തിലേക്ക് നാം കടന്നു വരുന്ന സമയം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും, കണ്ടോ, നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവായ യേശു, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ദാസൻ യജമാനോളമാകുന്നത് മതി. മനസ്സിലായോ? അപ്പോൾ ശിഷ്യൻ ഗുരുവിനോളും, അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗുരുവിന് എന്തുണ്ടോ അത് ശിഷ്യന്മാർക്കുമുണ്ട്. അത് ക്രിസ്തുവിൻ്റെ കാലം മുതൽ ത്യജിക്കപ്പെട്ടു, നിന്ദിതമായി തീർന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോഴും മരിച്ചവരെ ഉയർപ്പിച്ചു, കുരുടർ കണ്ടു, ചെകിടർ കേട്ടു, ഊമർ സംസാരിച്ചു, രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യമായി. പക്ഷേ എന്നിട്ടും ആ യേശുവിനെ ക്രൂശിക്കുക എന്നുള്ളതായിരുന്നു ഒരു കൂട്ടരുടെ. യേശു തിന്മ ചെയ്തിട്ടല്ല യേശുവിനെ ക്രൂശിച്ചത്. അപ്പം ആ യേശു നന്മ ചെയ്തിട്ടാണ് ക്രൂശിച്ചത്. നമ്മളും ആ ക്രൂശീകരണത്തിലേക്ക് നാം ധ്യാനിക്കുമ്പോൾ നമ്മൾക്കും ഒരുപക്ഷെ വന്നു ഭവിക്കാം ഇത് എന്നുള്ള ചിന്ത, അങ്ങനെ വന്നാൽ അതിനും ഞാൻ തയ്യാർ എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ പ്രവാചകൻ തൻ്റെ അരക്കച്ച എടുത്തൊക്കെ പൗലോസിനെ കെട്ടിയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: നിന്നെ യെരുശലേമിൽ പ്രകാരം ബന്ധിക്കുവാനിടയായിത്തീരും. ഇത് കേട്ടിട്ട് ദൈവജനം കരയാൻ തുടങ്ങി. നിങ്ങൾക്കറിഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്, കാരണം ഞാൻ അവന് വേണ്ടി ബന്ധിക്കപ്പെടാൻ മാത്രമല്ല മരിക്കാനും തയ്യാറായിരിക്കുക. ഞാൻ അല്ലേ, പ്രൈസ് ദി ലോർഡ്, മരിക്കാൻ തയ്യാറായിരിക്കുക. കാരണം തൻ്റെ ശുശ്രൂഷയുടെ അവസ്ഥകളൊക്കെയും തനിക്ക് മനസ്സിലായി. കാരണം ആദ്യ സമയങ്ങളിലൊക്കെ താൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ടിട്ട് പോയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നവനാ. എന്നാൽ അവസാനമായപ്പോൾ തനിക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് പറഞ്ഞിരിക്കും, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രതിഷ്ഠെങ്കിൽ പ്രിയം വെച്ചിരിക്കുന്നു ഏവർക്കും തന്നെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ക്രിസ്തുവിന് വന്നതുപോലുള്ള പീഡകൾ കടന്നു വരുമ്പോൾ, ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ ലോകത്തിൽ നമ്മൾ ഏത് കേസിന് പോയാലും അവർ തരുന്ന അനുകൂലമൊക്കെ, ആ ആനുകൂല്യങ്ങൾ എത്രയുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവ് നമുക്ക് അനുകൂലമായി നിന്നാൽ പ്രതികൂലമാരെ? കർത്താവ് നമുക്ക് അനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നിൽപ്പാൻ കഴിയൂ എന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അതുകൊണ്ട് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, 31-ാം വാക്യം മുതൽ: ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. സ്വന്തം പുത്രനെ യാതൊരു നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്ന ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദൈവം അനുകൂലമായിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട എന്നുള്ളതല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഇനി ഈ ജയിലിൽ കിടക്കുന്നവർക്ക് ബെയിൽ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മളൊരു കാര്യം ഓർക്കണം: കർത്താവിന് വേണ്ടി നിന്നവരെങ്കിൽ അത് വിശ്വസ്തയോടെ ഏത് പീഡകളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അതിനെ അനുസരണ മനോഭാവത്തോടെ നാം സഹിക്കുമ്പോൾ നാം ഓർക്കണം, സ്വർഗത്തിലെ പ്രതിഫലം വലുതാണ്. കാരണം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായിട്ടു. ഇനി അടുത്തത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അടുത്ത നന്മ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യം: അവനോടുകൂടെ ജീവിച്ചു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു.
വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ അവരുടെ മേൽ ജീവോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജീവോത്സവം കൊണ്ടാടി. സാത്താൻ്റെ മേൽ മാത്രമല്ല, സാത്താനെ അനുസരിച്ച വാഴ്ചകളുടെയും അധികാരികളുടെ മേലെ ജീവോത്സവം കൊണ്ടാടിയത്. ക്രൂശുമരണം കൊണ്ട് യേശുവിൻ്റെ എല്ലാ പ്രവർത്തനവും നിന്നെന്നാണ് ചിന്തിച്ചത്. ഇന്നും ക്രൈസ്തവ സഭയെ പീഡിപ്പിക്കുന്നവർ ചിന്തിക്കുന്നത് ഇവരെ കൊന്നു കളഞ്ഞാൽ അല്ലെങ്കിൽ ഇവരെ ജയിലിൽ അടച്ചാൽ ഇവിടെ തീരുമെന്നാണ്. അല്ല, ജയിലിനകത്തും ദൈവത്തിന് പ്രവൃത്തി ചെയ്യുവാൻ കഴിയും അവരെ കൊണ്ട്. അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിൻ്റെ മേലൊരു ജയം നമുക്ക് നൽകി അവരെ പരസ്യമായ കാഴ്ചയാക്കുന്ന അനുഭവം തൻ്റെ ക്രൂശുമരണത്തിലൂടെ നമുക്ക് കാണുവാനിടയായിട്ടില്ല. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത്, നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ ബാലാക്ക് ബലിയാമിനെ കൊണ്ടുവന്നു. പക്ഷേ ശപിക്കാൻ വന്നവൻ അനുഗ്രഹിച്ചു പോകുവാനിടയായിത്തീരും. ഒരു ശാപവും അവനോട് ഏറ്റില്ല എന്ന് കാണുവാനിടയായി. ദൈവത്തിൻ്റെ പൈതലേ, ഇവിടെ ശത്രുവിൻ്റെ സകല ആയുധങ്ങളെയും, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ശത്രു ഒരുക്കുന്ന സകല ആയുധങ്ങളുടെ മേലും അല്ലെങ്കിൽ ശത്രുവിൻ്റെ സകല പ്രവർത്തികളുടെ മേലും നാം ഒരുമിച്ച് ജയം പ്രാപിക്കുകയാണ് ക്രിസ്തുവിൻ്റെ മരണത്തിൽ ആശ്രയിക്കുന്നതിലൂടെ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ ആശ്രയിച്ച് ചെല്ലുന്ന ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകുവാൻ അവൻ അനുവദിക്കുകയില്ലെന്ന് മാത്രമല്ല, ഹല്ലേലൂയ, അവൻ ജയം പ്രാപിപ്പാനിടയായിട്ട്. നമ്മുടെ ശുശ്രൂഷകൾ തീർന്നിട്ടില്ലെങ്കിൽ ഈ ഭൂമിയിലെ വാസം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഒരായുസ്സുണ്ട്, ഒരു സമയമുണ്ട്, ഒരു ശുശ്രൂഷ സമയമുണ്ട്. ആ സമയം വരെ ആരെല്ലാം എന്തെല്ലാം ഒരുക്കിയാലും, കെണികൾ ഒരുക്കിയാലും, ആയുധം ഒരുക്കിയാലും നാം അതിനെയെല്ലാം ജയിച്ച് മുന്നേറുവാനിടയായിത്തീരും. കാരണം കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതിലൂടെ അവരുടെ സകല ആയുധങ്ങളെയും ആയുധവർഗങ്ങളെയും താഴെ വെപ്പിച്ചവനാണ്. അതുകൊണ്ട് ശത്രുവിൻ്റെ മേൽ ജയം പ്രാപിക്കും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ. അടുത്തത് എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ മരണത്തിൻ്റെ ഭീതിയുടെ അടിമത്വത്തിൽ നിന്ന്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. മരണഭീതിയാൽ അടിമകളായിരുന്നു. യേശുവിനെ അറിയുന്നതിന് മുമ്പ് മരണമെന്ന് കേൾക്കുന്നത് നമുക്ക് പേടിയായിരുന്നു. അതിന് അടിമപ്പെട്ടവരാണ് നമ്മൾ. പക്ഷേ ഇന്ന് മരണമെന്ന് കേട്ടാൽ നമ്മൾക്ക് ഭീതിയുടെ ആവശ്യമില്ല. ഡോക്ടർമാർ പോലും നമുക്കൊരു മരണത്തിന് വിധി എഴുതിയാൽ യഥാർത്ഥമായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ അംഗീകരിച്ചവർ, ഹല്ലേലൂയ, അവിടെ സ്തോത്രം പറയാനിടയായിത്തീരും. കാരണം പൗലോസ് പറഞ്ഞതുപോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്ന ഏറ്റവും നല്ലത്. ആമേൻ. അപ്പോൾ മരണത്തിൻ്റെ ഭീതി, ആ അടിമത്വം, മരണത്തിൻ്റെ ഭീതി അതൊരു വല്ലാത്ത ഭീതിയാണ്. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്, അത് ഏറ്റവും ശോഭയുള്ളതാണ്. എന്നാൽ നീതികെട്ടവൻ്റെ മരണം കരഞ്ഞു കൂവി ഏറ്റവും ഭീതിജനകമായി തീർന്നിട്ടുള്ളത് പലതും കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, അപ്പോൾ തൻ്റെ മരണഭീതിയുടെ അടിമത്വത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് വിടുതൽ നൽകുകയാണ് ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. അതുകൊണ്ട് ഇനി മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഡോക്ടർമാരുടെ അടുക്കൽ ചെന്നു, അയ്യോ നിങ്ങൾ ഇത്രയും ദിവസമേ ഉള്ളൂ. ഞാൻ എൻ്റെ പ്രിയ മാതാവിന് 2013 ഡോക്ടറെ കാണിച്ചു, ഒരു ഓപ്പറേഷൻ വിധേയയാക്കി ക്യാൻസർ വിധേയയാക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ ഞങ്ങളെ മക്കളെ 3 പേര്, ഞങ്ങൾ 3 പേരാണ്. ഞാൻ മാത്രമേ വിശ്വാസം വന്നിട്ടുള്ളൂ. എൻ്റെ പിതാവും മാതാവും. പിതാവ് 12 മരിച്ചു, 13 ഈ സംഭവം. അപ്പോൾ എൻ്റെ അനിയന്മാർ രക്ഷിക്കപ്പെട്ടവരല്ല. എന്നാൽ വിളിച്ച് 3 പേരെയും നിർത്തിയിട്ട് ഡോക്ടർ പറഞ്ഞു,
നിങ്ങളുടെ അമ്മയ്ക്ക് അധികം ആയുസ്സില്ല. ഏറ്റവും കൂടിയാൽ 3 മാസം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആ ക്യാൻസറിൻ്റെ അണുക്കൾ ബാധിച്ചു കഴിഞ്ഞു. അത് എല്ലാ ഏറ്റവും ഉന്നതമായ സ്റ്റേജിലേക്ക് എത്തി. അതുകൊണ്ട് കീമോതെറാപ്പിക്ക് പോലും അല്ലെങ്കിൽ കീമോ ചെയ്യാൻ അല്ലെങ്കിൽ റേഡിയേഷൻ ആയാലും എഴുതി തന്നിട്ട് പ്രയോജനമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി തരാം എന്ന് ലിസി ഹോസ്പിറ്റലിൽ, എറണാകുളം ലിസി ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞ കാര്യമായി പറഞ്ഞു. വേണമെങ്കിൽ ഞങ്ങൾ തൃശ്ശൂരിലേക്ക് എഴുതി തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ. കാരണം ചെയ്തിട്ട് പ്രയോജനമില്ല. ഞങ്ങൾ ഞങ്ങളുടെ അമ്മയോട് ചെന്ന് പറഞ്ഞു, അമ്മേ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എൻ്റെ അമ്മ സന്തോഷത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളെ ഇനി എനിക്ക് കീമോയും ചെയ്യണ്ട, റേഡിയേഷനും ചെയ്യണ്ട, നിങ്ങൾക്കാർക്കും ഒരു ഭാരമില്ലാതെ പോകാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി. കാരണം ഒരു ദിവസം മുമ്പ് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക് ചെന്ന് ചേരുവാൻ ഇടയായി തീരുമല്ലോ എന്ന് പറയുവാനിടയായിത്തീരും. എന്നാൽ ലോകമനുഷ്യനോടുള്ള ബന്ധത്തിൽ ഈ രോഗങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴേക്കും വിട്ടുമാറാത്തൊരു തലവേദന വന്നാൽ മതി. പിന്നെ അടുത്ത് മരണത്തെക്കുറിച്ചായിരിക്കും ചിന്തി, ഭീതി അവിടെ. എന്നാൽ ദൈവത്തിൻ്റെ പൈതലിനോടുള്ള ബന്ധത്തിൽ ആ ഭീതിയുടെ ആവശ്യം ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി അടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ ഒരു പുതിയ വഴി, ഒരു പുതുവഴി താൻ സൃഷ്ടിപ്പാനിടയായി തീർന്നു. 10 എബ്രായർ 10:19 മുതൽ 22 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരുശയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പഴയ കാലത്ത് പുരോഹിതന്മാർക്ക് വിശുദ്ധ സ്ഥലം വരെ വരാം. മഹാപുരോഹിതന്മാർക്ക് ആണ്ടിലൊരിക്കലാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറാനൊക്കത്തുള്ളൂ, പ്രവാസനം ഇരിക്കുന്നിടത്തേക്ക്. അല്ലാത്തവർക്ക് പ്രാകാരത്തിന് വെളിയിൽ നിൽക്കാനേ പറ്റൂ, ജാതികൾക്ക് പോലും. എന്നാൽ കർത്താവ് ക്രൂശ് മരണത്തിലൂടെ ആ സ്ഥിതി മാറ്റൊരു പുതിയ വഴി തുറന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന വാക്തത്വം ഇപ്രകാരമാണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഒന്നുകൂടെ പറയാം, ആ കൃപാസനത്തോട് അടുത്ത് ചെന്ന് നമ്മുടെ സഹായത്തിന് വേണ്ടി യാചിപ്പാൻ ഒരു മധ്യസ്ഥന്മാരുടെയും ആവശ്യമില്ല, അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാരുടെ ആവശ്യമില്ല. അവർ പ്രാർത്ഥിച്ചാലേ അല്ലെങ്കിൽ അവരുടെ അടുക്കൽ ചെന്നാലേ അതിനൊരു വിടുതൽ ലഭിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്നാര് പ്രാർത്ഥിച്ചാലേ അത് നടക്കുന്നോ. കാരണം നമുക്ക് ഏത് വ്യക്തിക്കും നമുക്ക് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നമുക്ക് ആർക്കും ആ കൃപാസനത്തോട് ഏത് സമയത്തും അടുത്ത് ചെല്ലും. ദൈവം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശീല കീറിക്കൊണ്ട് ചിന്തിക്കൊണ്ട് ഹല്ലേലൂയ ക്രൂശിൽ നമുക്കൊരുക്കിയ വഴി എന്ന് പറഞ്ഞാൽ ആ ദൈവത്തോട് നമുക്ക് ഇപ്പോഴും ഏത് സമയത്തും, അർദ്ധരാത്രിയിലാകട്ടെ, അതേ ഉച്ചസമയത്താകട്ടെ, രാവിലെയാകട്ടെ, ഏത് സമയത്തും, രാത്രിയുടെ ഏത് നിശബ്ദതയിലും നമുക്ക് ആ കൃപാസനത്തോടടുത്ത് ചെന്ന് നമുക്ക് സഹായത്തിന് വേണ്ടി യാചിപ്പാൻ കഴിയും. ദൈവത്തിൻ്റെ പൈതലേ, ദൈവജനമേ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കണം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ ഹല്ലേലൂയ സകലവും തീർന്നു എന്ന് ലോകം വിധി എഴുതിയപ്പോൾ ഹല്ലേലൂയ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ പറയാം, സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ പറയാം, ഹല്ലേലൂയ തീരുകയല്ലായിരുന്നു, ഒരു പുതിയ യുഗത്തിൻ്റെ ആരംഭം കുറിക്കുകയായിരുന്നു. ആ പുതിയ യുഗത്തിൻ്റെ ആരംഭം കുറിച്ചപ്പോൾ നമ്മുടെ ശാപം മാറി. അവനോട് ആ ക്രൂശിനെ വിശ്വസിച്ചുകൊണ്ട്, ക്രൂശിൽ മരിച്ച യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് അടുത്തിൽ നിന്നോട് ശാപം മാറി. അവർ പുതിയ സൃഷ്ടിയായി മാറി. അതുപോലെ തന്നെ അനുസരണവും മറ്റുള്ളവരുള്ള മനോഭാവത്തിലുള്ള വ്യത്യാസവും എന്തായിരിക്കണമെന്ന് നാം മനസ്സിലാക്കി തരുവാനിടയായിത്തീരുന്നു ആ ക്രൂശ് മരണം. അല്ലെങ്കിൽ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്, ഇവർ ചെയ്യുന്നതെന്നറിയായാൽ നീ ഇവരോട് ക്ഷമിക്കണമേ. ആ ക്രൂശിൽ നമ്മെ പഠിപ്പിച്ചൊരു പാഠമാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ക്രിസ്തു ആ ക്രൂശ് മരണത്തിലൂടെ നമ്മെ പഠിപ്പിച്ചൊരു പാഠമാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കൂടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി, അവരുടെ തിന്മയ്ക്കല്ല നന്മയ്ക്കായി പ്രാർത്ഥിക്കാൻ, അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള മനോഭാവം നമ്മളിൽ രൂഢപൂർണമായി തീരേണ്ടതിന് ആ ക്രൂശ് മരണം കാരണമായി തീർന്നു. അതുമാത്രമല്ല, ശത്രുവിൻ്റെ മേൽ അതുമൂലം നമുക്ക് ജയം പ്രാപിപ്പാനിടയായി, മരണഭീതിയുടെ അടിമത്തത്തിൽ നമുക്ക് വിടുതൽ ലഭിക്കാനിടയായി. അതുമാത്രമല്ല,
ആ കൃപാസനത്തോട് ഒരു കാലത്ത് നമുക്ക് അടുത്ത് ചെല്ലാൻ കഴിയാതിരുന്ന ദൈവത്തോടിൻ്റെ അടുക്കിലേക്ക് നമുക്ക് തനിയെ മധ്യസ്ഥന്മാരില്ലാതെ കടന്നു ചെല്ലാനൊക്കത്തില്ലായിരുന്നു. എൻ്റെ 21 വയസ്സ് വരെ മധ്യസ്ഥന്മാരിലൂടെയായിരുന്നു അങ്ങോട്ട് കടന്നു ചെന്നുകൊണ്ടിരുന്നത്. ഒരു പ്രയോജനം കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ അടുത്ത് ചെന്ന് നേരിട്ട് കാര്യം പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അതിന് മറുപടിയുണ്ട്. ഒരു വാക്യം കൂടെ ഞാൻ പറഞ്ഞിവിടെ അവസാനിപ്പിക്കാം. 1 പത്രോസ് 2:24 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. ആ ക്രിസ്തു യേശു മരിച്ചത് മൂലം നമ്മൾക്ക് എല്ലാ രോഗങ്ങളുടെ മേലും സൗഖ്യമുണ്ട്, ആശ്വാസമുണ്ട്, വിടുതലുണ്ട്. ആകയാൽ നമുക്ക് സമർപ്പിക്കാം. ഈ വേദഭാവം കൊണ്ട് കർത്താവ് ഈ തിരുവചനത്താൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും വീണ്ടും പ്രത്യാശയുള്ളവരായി മുൻപോട്ട് പോകുവാൻ സഹായിക്കുകയും ചെയ്യട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ഈ സമയം ഒരുക്കി തന്ന ഈ പ്രാർത്ഥന അതിലൂടെ ഡയറക്ടറായിരിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ ബെൻസൺ ദാനിയേലിനോട് എന്നെ നന്ദി അറിയിക്കുന്നു. കേൾക്കപ്പെട്ട എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു.